നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് 53ാമത് ഈദ് അൽ ഇത്തിഹാദ്. UAEയുടെ ഈ ദേശീയ ദിനത്തിൽ എല്ലാവർക്കും ഈദ് അൽ ഇത്തിഹാദ് ആശംസകൾ. ഈ ദിനത്തിൽ ഞങ്ങൾ പുതിയൊരു പരമ്പരയ്ക്ക് തുടക്കമിടുകയാണ്. നീന്തിക്കയറിയ മലയാളി. ദുരിതപർവങ്ങൾ നീന്തി ഗൾഫിലെത്തിയ മലയാളിയുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥ. കണ്ണീരിൻ്റെയും വിരഹത്തിൻ്റെയും വേദനയുടെയും മാത്രമല്ല, ആത്മസംതൃപ്തിയുടെയും കഥ. ഇതിൽ ഇന്ന് ആദ്യമെത്തുന്നത് 50 വർഷങ്ങൾക്ക് മുമ്പേ UAEയിലെത്തിയ ഒരു മലയാളിയുടെ ഓർമ്മകൾ. ദുരിതക്കയങ്ങൾ നീന്തി വിജയത്തിലേക്ക് കുതിച്ച മലയാളി. കൊടുങ്ങല്ലൂരിലെ മുഗൾ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ മുഹമ്മദ് അലിക്ക. വർഷങ്ങൾക്ക് മുമ്പേ ഗൾഫ് വിട്ട മുഹമ്മദ് അലിക്ക ഇപ്പോൾ നാട്ടിലാണ്. പക്ഷേ ഗൾഫിലെ പഴയ പല മലയാളികളുടെയും മനസ്സിൽ മുഹമ്മദ് അലിക്കയുണ്ട്. മുഹമ്മദ് അലിക്ക തൻ്റെ ഓർമ്മകളിലൂടെ തിരിഞ്ഞു നടക്കുകയാണ് UAEയുടെ ആ പഴയ കാലത്തിലേക്ക്, ആ കാലത്തെ മനുഷ്യരിലേക്ക്. പഴയകാലത്ത് ഞാൻ ചെല്ലുന്നത് അധികം മലയാളികളില്ല, വളരെ കൈമണ്ണാവുന്ന ആൾക്കാരുള്ളൂ. അതിന് അവർക്കൊക്കെ ഓരോ പേരുകളുണ്ട്. തരി ഹാജി, കഞ്ഞി ഹാജി, കുത്തിക്കലക്കി ഹാജി, ഇവരൊക്കെയാണ് അറിയപ്പെട്ടിരുന്ന ചെറിയ കച്ചവടക്കാരും ആൾക്കാരും. നമ്മൾ ചെന്നിട്ട് ചെറിയ കച്ചവടം ഇങ്ങനെ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാസർഗോഡ് നിന്നും ചാവക്കാട് നിന്നും മറ്റുള്ള ഭാഗത്ത് നിന്ന് ലാഞ്ച് വഴിക്ക് ബോംബെയിൽ നിന്ന് വന്ന്, ബോംബെയിൽ നിന്ന് ലാഞ്ച് വഴിക്ക് പൂർഫക്കാനിൽ വന്നിട്ട് ലാഞ്ച് ഇറങ്ങിയിട്ട് 2-3 കിലോമീറ്റർ നീന്തി കയറണം. നീന്തി കയറിക്കഴിഞ്ഞാൽ അറബികളിൽ ലാൻഡ് റോവറായിട്ട് വന്നിട്ട് കയറ്റിയിട്ട് എൻ്റെ ഷോപ്പിൻ്റെ ഉമ്മറത്തെ കൊണ്ടുപോയി ഇറക്കുക. നാഷണൽ സിനിമയുടെ ഉമ്മറത്ത് അറബി എന്നെ വിളിക്കും, താൽ ഹൈ താൽ. ഞാൻ ചോദിക്കും, ഷാനേഷ് താൽ ഫിലൂസ്, ഹാത്ത് ഫിലൂസ്, 10 റുപ്യ. വാഹദ് 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 അല്ലാതെ. അപ്പോൾ അവർ 10 പൈസ ഉണ്ടാവില്ല. അന്ന് ഇന്ത്യൻ ചുവന്ന നോട്ടാണ് കറൻസി ആയിട്ട് അവിടെ നടക്കുന്നത്. കോയിൻ ഇന്ത്യയുടെ തന്നെയാണ്, മറ്റൊരു ചുവന്ന നോട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ നാടൻ മുണ്ടും പുതച്ച് നിന്നിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ടാവും. കുജേരയിൽ നിന്നും പൂർവ്വക്കാനിൽ നിന്നും ഒക്കെയാണ് കയറ്റിക്കൊണ്ടിരിക്കുക. ആദ്യം ഈ വകുത്ത് കൊടുത്തിട്ട് നേരെ മുമ്പിൽ അന്നൊരു ഗുൽസാര ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ വേഗം പറഞ്ഞയച്ച് ചായ കഴിച്ച് വന്നിട്ട് പറയും, ഞങ്ങൾ ഇന്ന ആൾക്കാർ ഇന്ന ഭാഗത്തിട്ട്. ഒരു വിധത്തിൽ ഞാൻ ടാക്സിക്കാരും അന്ന് കാറില്ല, അല്ലാതെ കൊണ്ടുവന്ന് അയച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സംരക്ഷണം, സഹായം, എന്തെങ്കിലും നിസ്സാരം വേണമെങ്കിൽ അത് കയ്യിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു കാരണം നമ്മളിലുണ്ടല്ലോ, ഇല്ലാത്തവരും വന്നേക്കണം. അപ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക, സഹായം കൊടുക്കുക.